ിലേക്ക് കൊണ്ടുപോകും മുൻപ് തന്നെ മരണം സംഭവിച്ചിരുന്നു. ചേട്ടൻ ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു? അല്ലല്ല, ഞാനില്ലായിരുന്നു. ഞാനിപ്പോൾ എന്തൊരു അപകടം ഉണ്ടാകുന്ന ഒരു സ്ഥലമായി മാറി. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഇവിടെ എല്ലാ ദിവസവും ഇവിടെ അപകടമാണ്. ഇന്നലെയും ഉണ്ടായിട്ടുണ്ട്. എല്ലാ ദിവസവും എല്ലാ അപകടങ്ങളിലും ആൾക്കാർ മരിക്കുന്നുണ്ട്. ഇത് ഒരു കാര്യം ഉറപ്പാണ്, റോഡിലെ വാഹനങ്ങളുടെ അമിത വേഗമാണ് ഈ പ്രശ്നങ്ങൾ. ഇത് തന്നെ വണ്ടി വലിയ സ്പീഡിലാണ് പോകുന്നത്. ഒരു വല്ലാത്ത സംഭവമായിപ്പോൾ. ഇതെല്ലാ ദിവസവും ഉണ്ട്. ഇന്നലെയും ഉണ്ടായിരുന്നു. 6 പേര് ഒരു കടന്ന പിക്കപ്പേലിടിച്ച് 6 പേര് കൊല്ലൂർ ഹോസ്പിറ്റലിൽ. ജംഗ്ഷനിൽ സ്ഥിരമുണ്ട്. അപകടത്തെ തുടർന്ന് ഏറെക്കുറെ 1.5 മണിക്കൂർ സമയം ഗതാഗതം പരിപൂർണമായി സ്തംഭിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. പിന്നീട് പോലീസ് കൂടലിൽ നിന്നും അതോടൊപ്പം തന്നെ കൂതിൽ നിന്നും എത്തിയാണ് വാഹനങ്ങൾ 2 സൈഡിലേക്ക് മാറ്റിയ ശേഷം ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ഇപ്പോൾ ഗതാഗതം സാധാരണ നിലയിൽ തന്നെയാണ്. അപകടം നടന്നിട്ട് ഏറെക്കുറെ 3.5 മണിക്കൂർ സമയം പിന്നിട്ടിരിക്കുന്നു. വിവരമറിഞ്ഞ് ബന്ധുക്കൾ ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇൻക്വസ്റ്റ് അടക്കമുള്ള നടപടികൾ ഇനി അവശേഷിക്കുന്നുണ്ട്. ഇന്ന് തന്നെ പോസ്റ്റ്മോർട്ടം നടത്താൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതേസമയം സംസ്കാരം ഇന്നുണ്ടാകുമോ എന്നതിൽ വ്യക്തത കുറവുണ്ട്. ഒരുപക്ഷെ അത് നാളത്തേക്ക് നീക്കാനാണ് സാധ്യത. കാരണം ഇവരുടെ ബന്ധുക്കളായിട്ടുള്ള ആളുകൾ അടക്കം വിദേശത്തു നിന്നും വരേണ്ട സാഹചര്യം കൂടി പരിഗണിച്ചായിരിക്കും ആ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ തീരുമാനമുണ്ടാവുക.